ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദി ഡോൺട്രി ഡോക്ട്രിൻ, എ ബ്രോക്കൺ ഇന്റർനാഷണൽ ഓർഡർ. അതായത് ഇപ്പോഴത്തെ വെസ്റ്റ് ഏഷ്യയുടെ ഇൻസ്റ്റബിലിറ്റി കണ്ടീഷൻസ് ആയാലും ഗ്ലോബലി ഉള്ള US-ന്റെ ആ ഒരു രീതിയിലുള്ള ഫോറിൻ പോളിസിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എഡിറ്റോറിയൽ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ദ EV boom is accelerating a copper crunch. അതായത് ലോകം മൊത്തം ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് കോപ്പറിന്റെ അവൈലബിലിറ്റി ആണ്. സോ ആ ഒരു സപ്ലൈ ഇഷ്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ബ്രിഡ്ജിങ് ദ ഗൾഫ്. അതായത് ഇന്ത്യ UAE പാർട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ നോക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് പാക് സിലിക്ക ഫോർ ഇന്ത്യ. സോ പാക് സിലിക്ക ഈ പറയുന്ന ചൈനയുടെ ഡോമിനൻസ് കാര്യങ്ങൾ, അതായത് റെയർ എർത്ത് എലമെന്റ്സിലുള്ള അവരുടെ ഡോമിനൻസ് കാര്യങ്ങളൊക്കെ തന്നെ കൗണ്ടർ ചെയ്യാൻ കൊണ്ടുവന്ന മെഷർ ആയിരുന്നു. US ലീഡ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. സോ അതില് ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ നോക്കുന്നത്. നെക്സ്റ്റ്, എൻഹാൻസിങ് ചൈന ഇന്ത്യ യൂത്ത് ടൈസ്. അതായത് ബോർഡർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഇന്ത്യ ചൈന ഇടയിൽ ഉണ്ടെങ്കിൽ കൂടി എങ്ങനെ നമുക്ക് യൂത്ത് ടൈസ് കാര്യങ്ങൾ, യൂത്ത് പാർട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഒരു സോഫ്റ്റ് പവർ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അതിൽ നോക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് വൺ, സുപ്രീം കോർട്ട് ടു എക്സാമിൻ ക്വറി ബൈ തമിഴ്നാടു കേരള ഓൺ വെദർ ED ഈസ് എ ജുറിസ്റ്റിക് പേഴ്സൺ. സോ EDയുടെ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഓരോ ന്യൂസും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് പോവാം. സോ ആദ്യത്തെ ഒരു എഡിറ്റോറിയൽ ആണ്, ദ ഡോൺട്രി ഡോക്ട്രിൻ, എ ബ്രോക്കൺ ഇന്റർനാഷണൽ ഓർഡർ. സോ ഈ ഒരു 2026 നമ്മൾ ഈ ഒരു ഡോൺട്രി ഡോക്ട്രിൻ എന്നൊരു വാക്ക് തന്നെ കേട്ട് പരിചയിച്ചിട്ടുള്ളത്. സോ അതിനു മുന്നേ നമ്മൾ മൺട്രോ ഡോക്ട്രിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് ആദ്യം തന്നെ നോക്കാം. സോ മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്നത് 1823 വന്നിട്ടുണ്ടായിരുന്നത്. അത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജെയിംസ് മൺട്രോ ആയിരുന്നു ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മൺട്രോ ഡോക്ട്രിന്റെ കോർ എന്ന് പറയുന്നത്, അതായത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്കുള്ള യൂറോപ്പിന്റെ ആ ഒരു അധിനിവേശം കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഇന്റർവെൻഷൻ കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കുക. അതായിരുന്നു ഈ പറയുന്ന മൺട്രോ ഡോക്ട്രിൻ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ദാറ്റ് മീൻസ് അമേരിക്ക ഫോർ അമേരിക്കൻസ്. അതെനിക്ക് തന്നെ ഇതൊരു കൊളോണൈസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഒപ്പോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മൺട്രോ ഡോക്ട്രിൻ വരുന്നത്. സോ 2026 വന്ന ഡോൺട്രി ഡോക്ട്രിൻ, അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ആക്ഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു ഡോൺട്രി ഡോക്ട്രിൻ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. സോ അത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ലാറ്റിൻ അമേരിക്കയിലുള്ള US-ന്റെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതേ കണക്ക് തന്നെ വെനസ്വേല പ്രസിഡന്റ് മദുറോയുടെ ഒക്കെ തന്നെ അബ്ഡക്ഷൻ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അത്രയും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് കാര്യങ്ങളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ അമേരിക്ക ഫസ്റ്റ് പോളിസി, കാരണം നമ്മൾ ട്രംപിന്റെ ഈ ഒരു സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് അവരുടെ ഫോറിൻ പോളിസിയിൽ നമ്മൾ കാണുന്നുണ്ട്. സോ അവരുടെ ഫോറിൻ പോളിസിയുടെ കോർ തന്നെ ഈ പറയുന്ന അമേരിക്ക ഫസ്റ്റ് പോളിസി തന്നെയാണ്. അതായത് ആ ഒരു ഹെമിസ്ഫിയർ, വെസ്റ്റേൺ ഹെമിസ്ഫിയറിനകത്തുള്ള US-ന്റെ ആ ഒരു ഹെജിമണി അല്ലെങ്കിൽ ആ ഒരു ഡോമിനൻസ് കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി US-ന്റെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു അമേരിക്ക ഫസ്റ്റ് പോളിസി അതിൽ വളരെയധികം വ്യക്തമാണ്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അതായത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഒരു സോൾ സെക്യൂരിറ്റി ഗ്യാരണ്ടർ ആണ് ആര്? US. സോ അങ്ങനെയാകുമ്പോൾ യൂറോപ്പിന് അവര് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ്സ് ഓൺ ഡിഫൻസ് കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പുഷ് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമ്മൾ US-ന്റെ ഒരു പോളിസി കാര്യങ്ങൾ നോക്കുമ്പോൾ റഷ്യയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് US ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെ റഷ്യയുമായിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു റീഅലൈൻമെന്റ് കാര്യങ്ങൾക്കുള്ള ഒരു പോസിബിലിറ്റിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് റീജിയണലി മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ, വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയുടെ കേസിൽ ഇറാന്റെ കേസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെയധികം ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഇറാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ ബാസാരി പ്രൊട്ടസ്റ്റ്, ബാസാരീസ് മീൻസ് അവിടുത്തെ ഒരു ലോക്കൽ മെർച്ചന്റ് ഗ്രൂപ്പ് ആണ്. സോ അവര് അവിടുത്തെ റെജീമിനെതിരെ വളരെയധികം പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിരുന്നു. സോ അങ്ങനെ അവിടുത്തെ എക്കോണമി ആയാലും വളരെയധികം ഒരു കൊലാപ്സ്ഡ് നേച്ചറിലാണ്. ആ ഒരു പ്രൊട്ടസ്റ്റിനെ പിന്തുടർന്ന് പിന്നീട് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ആയി,
സോ അങ്ങനെ വളരെയധികം വലിയൊരു രീതിയിൽ ഇറാൻ ഈ ഒരു പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ ഫേസ് ചെയ്യുകയാണ്. 2019 അതിനുശേഷമൊക്കെ ഒരുപാട് പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ ഇറാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഹിജാബ് പ്രൊട്ടസ്റ്റ്, അതേപോലെ തന്നെ ഇലക്ഷൻ പ്രൊട്ടസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിനെയൊക്കെ അടിച്ചമർത്തിയതുപോലെ ഇത്തവണത്തെ പ്രൊട്ടസ്റ്റിനെ ഇറാന് അടിച്ചമർത്താൻ സാധിക്കുന്നില്ല. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാകുമ്പോൾ വളരെയധികം ഒരു ഇന്റേണൽ അൺട്രസ്റ്റ് ഇറാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇറാന്റെ കേസിൽ അങ്ങനെയാണെങ്കിൽ ഇറാന് ഈ പറയുന്ന തരത്തില് ഒരു ഇന്റേണൽ അൺട്രസ്റ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതേ ടൈം തന്നെ അമേരിക്കയുടെ സാങ്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. സോ എങ്ങനെ നോക്കുമ്പോഴും അവരൊരു ലോക്ക് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്രായേലിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ മിലിറ്ററി ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പോസ്ഡ് അവസ്ഥയാണ്. പക്ഷെ എന്നാ ഒരു പീസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതും ഒരു ഫ്രജൈൽ അവസ്ഥയാണ്. സോ ഒരു ടെൻഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ അധികം കൂടുതലാണ്. ദെൻ ഈ പറയുന്ന ഇറാന്റെ ഈ ഒരു അൺട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യനെയും വളരെ മോശമായിട്ട് ബാധിക്കും. കാരണം ഇറാൻ എന്ന് പറയുന്നത് നമ്മുടെ എനർജി സെക്യൂരിറ്റിയുടെ കേസിൽ വളരെയധികം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. സോ അങ്ങനെയാകുമ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു വെസ്റ്റ് ഏഷ്യയിലുള്ള ഈ ഒരു ടെൻഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യനെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. ദെൻ നമ്മളിനി സൗത്ത് ഏഷ്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ഡോമിനൻസ് കാര്യങ്ങൾ വളരെയധികം കൂടുന്നുണ്ട്. അവിടുത്തെ PM-നേക്കാൾ കൂടുതൽ അവിടെ വളരെയധികം രീതിയിൽ പവർഫുൾ ആയിട്ട് അസീം മുനീർ മാറുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ വളരെയധികം രീതിയിൽ ഒരു മിലിറ്ററി ഡോമിനൻസ് കാര്യങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. അതിന് വളരെയധികം US-ന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. US വളരെയധികം ഒരു അഡ്വാൻസ്ഡ് വെപ്പൺസ് കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് നൽകുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് അത് വളരെയധികം ഒരു ത്രെട്ടാണ്. കാരണം US-ന്റെ ഈ ഒരു സഹായം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഈ പറയുന്ന ബോർഡർ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ദെൻ നമ്മള് അഫ്ഗാന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ പാകിസ്ഥാന്റെയും അഫ്ഗാന്റെയും ബോർഡർ ഒരിക്കലും ശാന്തമല്ല. സോ ആ ഒരു രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇത്രയും ഒരു അശാന്തത കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ തന്നെ അവിടെ വളരെയധികം രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മള് ബംഗ്ലാദേശിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കലി നോക്കുമ്പോൾ വളരെയധികം ഒരു അൺട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ബംഗ്ലാദേശിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നൈബേഴ്സിൽ തന്നെ വളരെയധികം ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദെൻ ടെററിസം, അതായത് ടെററിസത്തിന്റെ കേസിൽ ത്രെട്ട് കാര്യങ്ങൾ ഗ്ലോബലി തന്നെ സ്റ്റിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്കിന് ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള IS-ന്റെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആയാലും അൽഖ്വയ്ദയുടെ ആയാലും ഗ്രോത്ത് ഒക്കെ തന്നെ വളരെയധികം കൂടുതലാണ്. സോ ദാറ്റ് മീൻസ് ടെററിസം കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരു മൊമെന്റം ഗെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദെൻ നമ്മൾ ചൈനയെ നോക്കുകയാണെങ്കിൽ ചൈനയുടെ സ്ട്രാറ്റജിക് പൊസിഷൻ വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അവരുടെ ഗ്ലോബൽ സപ്ലൈ ചെയിൻസിലുള്ള കൺട്രോള് കാര്യങ്ങള്, അതേ കണക്ക് തന്നെ റെയർ എർത്ത് എക്സ്പോർട്ടിലുള്ള അവരുടെ ആ ഒരു ഡോമിനൻസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ US-ന്റെ പ്രഷർ കാര്യങ്ങൾ, താരിഫ് പ്രഷർ കാര്യങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ കൂടി വളരെയധികം നല്ലൊരു രീതിയിലുള്ള ട്രേഡ് ഡോമിനൻസ് ചൈനയ്ക്കുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ആ ഒരു ട്രേഡ് ഡോമിനൻസ് ഈ ഒരു സ്ട്രാറ്റജി പൊസിഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യനെയും വളരെയധികം സമ്മർദ്ദത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതേപോലെ തന്നെ ഈസ്റ്റേൺ പസഫിക്കിലേക്കുള്ള ചൈനയുടെ ആ ഒരു എക്സ്പാൻഷൻ, കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ US-ന് അത്രയും ഒരു രീതിയിലുള്ള ഒരു കൺട്രോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈസ്റ്റേൺ പസഫിക്കിലില്ല. അങ്ങനെ ആകുമ്പോൾ ചൈനയുടെ ആ ഒരു എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ക്രൂഷ്യൽ ആണ്. ദെൻ അവരുടെ ഇന്ത്യൻ ഓഷൻ അസസ് ചെയ്യാനുള്ള അവരുടെ തീരുമാനങ്ങൾ, കാരണം ഇന്ത്യൻ ഓഷനിലേക്ക് ഡയറക്റ്റ് ഒരു ഓപ്പണിങ്സ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ കൂടി അവരുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാം. സോ അങ്ങനെയൊക്കെ തന്നെ വളരെയധികം സ്ട്രാറ്റജിക്കലി അവർ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദെൻ മാനുഫാക്ചറിങ് കാര്യങ്ങളിലൊക്കെ ഉള്ള അവരുടെ ഡോമിനൻസ് കാര്യങ്ങള്, അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്കും അത് വളരെ അധികം ചലഞ്ചിങ് ആയിട്ട് ചൈനയുടെ രീതികളൊക്കെ തന്നെ മാറുന്നുണ്ട്. ദെൻ നമ്മള് ഇന്ത്യയുടെ കേസിൽ നോക്കുമ്പോൾ ഇന്ത്യ സ്ട്രാറ്റജി ക്രോസ് റോഡ് രീതിയിലാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. US റിലേഷന്റെ കേസിൽ ഇന്ത്യക്ക് വളരെയധികം താരിഫ് കാര്യങ്ങളൊക്കെ തന്നെ താരിഫ് പ്രഷർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ റഷ്യൻ ഓയിലിന്റെ മേലുള്ള ഫ്രിക്ഷൻസ് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ദെൻ വെസ്റ്റ് ഏഷ്യയുടെ പൊസിഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും ഇന്ത്യക്ക് അവിടെ വരുന്നുണ്ട്. ദെൻ നൈബർഹുഡിന്റെ കേസിൽ നോക്കുമ്പോൾ
പാകിസ്ഥാന് US കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് കാര്യങ്ങള് അത് ഇന്ത്യനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലെ അൺസ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെയധികം സെക്യൂരിറ്റി കൺസേൺസ് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദെൻ ചൈന ടൈസ് കാര്യങ്ങൾ, കാരണം നമ്മള് ഷാങ്ഹായ് കോർപ്പറേഷന്റെ മീറ്റിംഗില് മോദിജി ഈ പറയുന്ന ചൈനീസ് പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ അവിടെ എൻഷുർ ചെയ്യാനുള്ള സാധ്യത കാര്യങ്ങൾ നമ്മൾ വരും രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ കണക്ടിവിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് മൊമെന്റം ആണെങ്കിൽ കൂടി ബട്ട് സ്റ്റിൽ ഈ പറയുന്ന തരത്തിലുള്ള ത്രെട്ട് കാര്യങ്ങളൊക്കെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അടുത്തതിലേക്ക് നമുക്ക് പോവാം. The EV boom is accelerating a copper crunch. ഓക്കെ, സോ ഈ ഒരു എഡിറ്റോറിയലില് നമ്മൾ ഗ്ലോബലി മൊത്തത്തിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറുന്നുണ്ട്. സോ അതിന്റെ ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറുന്നത് വളരെ നല്ലതാണെങ്കിൽ കൂടി അതിനകത്ത് വരുന്ന ഒരു സ്ട്രക്ചറൽ ഇഷ്യൂയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കോർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് കോപ്പർ. സോ എന്തുകൊണ്ടാണ് ഇവിടെ കോപ്പർ ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ട് മാറുന്നതെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, എനർജി സ്റ്റോറേജ്. കാരണം കോപ്പർ എന്ന് പറയുന്നത് ലിഥിയം അയൺ സെൽസിലൊക്കെ തന്നെ കറണ്ട് കളക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേണക്ക് തന്നെ കോപ്പറിന് പകരമായിട്ട് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല. സോ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങൾ അവൈലബിളും അല്ല. ഓക്കെ, സോ ആ ഒരു രീതിയിലുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഇലക്ട്രിഫിക്കേഷനിൽ ഏറ്റവും ഒരു സ്ട്രക്ചറൽ ഇൻപുട്ട് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കോപ്പർ. അതേണക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് മോട്ടോഴ്സ് 4x മോർ കോപ്പർ ആണ് സാധാരണ ട്രഡീഷണൽ വെഹിക്കിൾസിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ട്രഡീഷണൽ വെഹിക്കിൾസിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന കോപ്പർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് എന്നുള്ളതാണ്. സോ എന്തിനൊക്കെയാണ് ഹൈ ടോർക്ക് കാര്യങ്ങളുണ്ട്. ദെൻ അതേ കണക്ക് തന്നെ പവർ ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം കൂടുതലാണ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളിൽ മാത്രമല്ല, അതിന്റെ ചാർജിങ് നെറ്റ്വർക്കിലായിക്കോട്ടെ, അതേ കണക്ക് തന്നെ ഗ്രിഡ് സ്ട്രെങ്തനിങ്ങിന് ആയിക്കോട്ടെ, ഇതിനൊക്കെ കോപ്പർ കൂടിയേ തീരുള്ളൂ. സോ അങ്ങനെയാകുമ്പോൾ കോപ്പർ എന്ന് പറയുന്നത് ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ട് മാറുകയാണ്. സോ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോപ്പറിന് വളരെയധികം ഡിമാൻഡ് കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു സപ്ലൈ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ സപ്ലൈ കാര്യങ്ങൾ വളരെയധികം കുറവാണ്. സോ ഈ ഒരു കോപ്പറിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ചൈന 40% ആണ് ഗ്ലോബലി ഈ ഒരു കോപ്പർ സ്മെൽറ്റിംഗ് ആയാലും അതിന്റെ റിഫൈനിങ് കപ്പാസിറ്റി ആയാലും ഒക്കെ തന്നെ വരുന്നത്. സോ ചൈനയുടെ ആ ഒരു ഡോമിനൻസ് കാര്യങ്ങൾ നമുക്ക് കോപ്പറിന്റെ കേസിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ അങ്ങനെയാകുമ്പോൾ കോപ്പർ റിച്ച് സോൺസ് ആയിട്ടുള്ള ചിലി ആയിക്കോട്ടെ, അതേനൊക്കെ പെറുവിലായിക്കോട്ടെ, കോമ്പറ്റീഷൻ കാര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. സോ ദാറ്റ് മീൻസ് അവിടെ ഒരു സപ്ലൈ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അവിടെ കാണിക്കുന്നത്. അതേനൊക്കെ തന്നെ നമ്മൾ വളരെയധികം നെറ്റ് സീറോ കാർബൺ ലെവല് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. സോ ഈ ഒരു കോപ്പറിന്റെ പേരുള്ള ഈ ഒരു വൾണറബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ എത്രത്തോളം നമ്മുടെ എനർജി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നമ്മൾ വളരെയധികം രീതിയിൽ നോക്കി കാണുന്നത്. കാരണം ചൈന എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്രയും ലാർജ് ആണ്. സോ അതേ കണക്ക് തന്നെ അവർക്ക് ഈ ഒരു കോപ്പറിന്റെ മേലുള്ള ആ ഒരു ഡോമിനൻസ് കാര്യങ്ങളും വളരെയധികം കൂടുതലാണ്. സോ അങ്ങനെയാകുമ്പോൾ ഇന്ത്യക്കും ഈ ഒരു രീതിയിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് ഇവിടെ സപ്ലൈ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ ഇന്ത്യയുടെ ഈ ഒരു മിനറൽ സെക്യൂരിറ്റി റോഡ് മാപ്പ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോപ്പറിനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ തന്നെ മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ നമുക്ക് അവിടെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ, എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഇന്ത്യ ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഡിഫൻസിലായിക്കോട്ടെ, ട്രേഡിലായിക്കോട്ടെ. അതേ കണക്ക് തന്നെ കോപ്പറിന്റെ കേസിലും ഒരു സിംഗിൾ ഇമ്പോർട്ടറെ നോക്കാണ്ട് മൾട്ടിപ്പിൾ കൺട്രീസിനെയൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് വളരെയധികം രീതിയിലൊന്ന് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. സോ ഒരു സിംഗിൾ സോഴ്സ് ഇമ്പോർട്ടിനേക്കാൾ ഉപരി ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് കൊറിഡോർസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇന്ത്യ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗ്രീൻ ഇൻഡസ്ട്രിയലൈസേഷനും അതേ കണക്ക് തന്നെ എനർജി സെക്യൂരിറ്റി. സോ ഈ ഒരു ഗ്രീൻ ഇൻഡസ്ട്രിയലൈസേഷനും എനർജി സെക്യൂരിറ്റിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നെക്സ്റ്റ്, ബ്രിഡ്ജ് ഇൻ ദ ഗൾഫ്. അതായത് ഇന്ത്യ UAE ടൈസിൽ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
അതായത് ഇത്രയും കാലം നമ്മൾ കണ്ടത് ഒരു ഡയസ്പോറ ലെവൽ അല്ലെങ്കിൽ ഒരു എക്കോണമിക് ലെവൽ എന്ന ഒരു പാർട്ണർഷിപ്പ് ആയിരുന്നു. അതിനേക്കാൾ അപ്പുറം ഒരു ഡിഫൻസ് സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷനിലേക്ക് രണ്ട് രാജ്യങ്ങളുടെയും ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ വരുന്നതാണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ യു എ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്കോണമിക് പാർട്ണർ ആണ്. സോ ഇന്ത്യയുടെ ഒരു പ്രീമിയർ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ആണ് ഈ പറയുന്ന യു എ. അത് കണക്ക് തന്നെ ഒരു വൈറ്റൽ ആയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് കൂടിയാണ് യു എ. സോ അത്രയും ഒരു എക്കോണമിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു രാജ്യമാണ് നമുക്ക് യു എ. ദെൻ കോംപ്രിഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് 2022 സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിലുള്ള ബയലാട്രൽ ട്രേഡ് അല്ലെങ്കിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ വളരെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ എനർജി സെക്യൂരിറ്റിയുടെ കേസിലാണെങ്കിൽ യു എ എന്ന് പറയുന്നത് അത്രയും വലിയൊരു എനർജി സപ്ലയർ ആണ്. സോ അതിൽ നിന്നും ഈ പറയുന്ന LNG കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. സോ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ യു എയുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഗ്രിഡ് കാര്യങ്ങളിലൊക്കെ തന്നെ ഗ്രിഡ് ഡെവലപ്മെന്റ് കാര്യങ്ങളിലൊക്കെ തന്നെ വരുന്നുണ്ട്. ദെൻ അതിനൊക്കെ ഫ്യൂച്ചർ ഫോക്കസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ടെക്നോളജി, ഫിൻടെക്, ഗ്രീൻ ഇൻഡസ്ട്രിയലൈസേഷൻ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ട് ഒരു എക്കോണമിക് രീതിയിൽ നിന്ന് മാറുന്ന ഒരു സ്റ്റേജ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു എഡിറ്റോറിയലിൽ മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഡിഫൻസിന്റെ പേരിൽ ഒരു കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ അല്ലെങ്കിൽ കൂടി മൊത്തത്തിൽ ഒരു എക്കോണമിക് രീതിയിൽ നിന്ന് മാറി ഒരു ഡിഫൻസിന് വളരെയധികം അല്ലെങ്കിൽ ഡിഫൻസ് കോർപ്പറേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നതാണ് വെസ്റ്റ് ഏഷ്യൻ ഇൻസ്റ്റബിലിറ്റി. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് യു എയും സൗദി അറേബ്യയും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം കൂടുതലാണ്. കാരണം ഇതിനു മുന്നേ യമൻ കോൺഫ്ലിക്റ്റില് രണ്ടുപേരും വളരെയധികം സഖ്യത്തിലായിരുന്നെങ്കിൽ കൂടി ഇപ്പോഴൊരു സുഡാന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ഒരു ഡൈവേർജൻസ് രണ്ടുപേരുടെയും ഇടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ രണ്ടു കൂട്ടരും യു എ ആയാലും അതേ കണക്ക് തന്നെ സൗദി അറേബ്യ ആയാലും ഒരു റീജിയണൽ ലീഡർഷിപ്പിന് വേണ്ടി വളരെയധികം കോമ്പറ്റീറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദെൻ ഈ പറയുന്ന ഇറാനിലുള്ള പ്രൊട്ടസ്റ്റ്, ബാസാരി പ്രൊട്ടസ്റ്റ് തൊട്ടുള്ള ഇപ്പോഴുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വെസ്റ്റ് ഏഷ്യയിലെ മൊത്തത്തിലുള്ള ഒരു ഇൻസ്റ്റബിലിറ്റിനെയാണ് അവിടെ ചൂണ്ടി കാണിക്കുന്നത്. അതേ കണക്ക് തന്നെ US-ന്റെ ഇന്റർവെൻഷൻ കാര്യങ്ങള്, അതായത് പലപ്പോഴും ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു പ്രവണത കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വെസ്റ്റ് ഏഷ്യയിലേക്ക് പുറത്തുനിന്നുള്ള പവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഇന്റർഫിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ അലയൻസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന യു എയുടെ കേസിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അവരുടെ ഡിഫൻസ് അലയൻസ് കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അടുത്തോളം രീതിയിലേക്കൊക്കെ തന്നെ ആ ഒരു ഡിഫൻസ് അലയൻസ് കാര്യങ്ങൾ മാറുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ ആ ഒരു കോണ്ടാക്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ ആ ഒരു പാർട്ണർഷിപ്പ് കാര്യങ്ങൾ ഡിഫൻസ് മേഖലയിലൊക്കെ തന്നെ ഇന്ത്യക്ക് വളരെയധികം രീതിയിൽ കൺസേൺസ് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സോ ഓവറോൾ രീതിയിൽ നമ്മൾ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയെ നോക്കുമ്പോൾ വളരെയധികം ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് നമ്മളൊരു സ്ട്രാറ്റജിക് കോഷൻ കാര്യങ്ങളാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ കൂടി നമുക്കും അതിലൊരു സെക്യൂരിറ്റി കൺസേൺസ് കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സോ ഇനി നമ്മൾ യു എയുടെ കേസിൽ ഡയസ്പോറയുടെ കേസ് നോക്കുമ്പോൾ 10 മില്യൺ ഇന്ത്യൻസ് ആണ് അവിടെ ഉള്ളത്. സോ അങ്ങനെയാകുമ്പോൾ അവരുടെ എക്കോണമിക് ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. അവിടെ നിന്നുള്ള റെമിറ്റൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എക്കോണമിക്കലി യു എ അത്രയും സ്ട്രോങ് ആയിട്ട് ഇന്ത്യയുടെ വളരെയധികം രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ എനർജി സെക്യൂരിറ്റിയുടെ കേസിലായാലും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വളരെയധികം രീതിയിൽ ഒരു എനർജി സപ്ലയർ ആണ് യു എ. ദെൻ അതിൽ നിന്നൊക്കെ തന്നെ ഓയിൽ, LNG കാര്യങ്ങളുടെ ഒക്കെ തന്നെ ഒരു ക്രിട്ടിക്കൽ സപ്ലയർ ആയിട്ട് അവർ മാറുന്നുണ്ട്. ദെൻ കണക്ടിവിറ്റി കാര്യങ്ങൾ IMEC, INSTC, ചബാർ പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഈ പറയുന്ന രീതിയിലുള്ള ഡിഫൻസ് പാക്ട് കാര്യങ്ങളൊക്കെ തന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് യു എ ചെയ്യുന്നെങ്കിൽ കൂടി ഇപ്പോൾ ഉള്ള ഈ ഒരു മാറ്റം, അതായത് എക്കോണമിക് രീതിയിൽ നിന്ന് ഡിഫൻസ് എന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അത്രയും ഒരു ഇമ്പോർട്ടൻസ്, അതായത് എക്കോണമിക് രീതിയിൽ നിന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കാര്യങ്ങളിലേക്കുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അതിലേക്ക് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യക്ക് ഉണ്ടാവുന്ന ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമ്മൾ വളരെയധികം നോക്കിക്കാണേണ്ടതാണ്. സോ വെസ്റ്റ് ഏഷ്യയിലുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം വെസ്റ്റ് ഏഷ്യയിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ ഇന്ത്യയുടെ പല പ്രോജക്റ്റുകളും അവിടെ നിർത്തേണ്ടി വരുന്ന ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. സോ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ട്രാറ്റജിക് കോഷൻ കാര്യങ്ങളാണ് ഇന്ത്യ അവിടെ എടുക്കുന്നത്.
സോ അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന UAE-യുമായിട്ടുള്ള ഇപ്പോഴത്തെ രീതിയിലുള്ള പാർട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റോടെയാണ് രണ്ട് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. സോ നമ്മുടെ ഡയസ്പോറനെ സേഫ് ഗാർഡ് ചെയ്യുക, അതേ കണക്ക് തന്നെ എനർജി ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്തു പോകുക. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ഡിഫൻസിനും കാര്യങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുക. അതാണ് ഇപ്പോൾ ഇന്ത്യ ആയാലും UAE ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS3-ലുമാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. IR, India's relation with West Asia, strategic partnership and diaspora issues, energy security, strategic infrastructure and connectivity corridors. So അടുത്ത നമുക്ക് നോക്കാം the importance of PAC Silica for India. അതായത് PAC Silica എന്ന് പറഞ്ഞ ഒരു പുതിയ ജിയോ എക്കോണമിക് ഗ്രൂപ്പിംഗ് തന്നെ വന്നിട്ടുണ്ട്. സോ അത് എങ്ങനെയാണ് ഇന്ത്യക്ക് എത്രത്തോളം റെലവന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഈ ഒരു പേര് PAC Silica എന്നുള്ള പേര് തന്നെ വന്നത് പാക്സ് അമേരിക്കാനയിൽ നിന്നാണ്. ഓക്കെ, സോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെയധികം രീതിയിലൊക്കെ തന്നെയുള്ള US-ന്റെ അണ്ടറിലുള്ള ആ ഒരു പീസ് കാര്യങ്ങളാണ് പീസ് അമേരിക്കാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സിലിക്ക മീൻസ് ഈ ഒരു സെമി കണ്ടക്ടർ, ചിപ്സ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. സോ ഇതിന്റെ ഒരു മിക്സ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പാക് സിലിക്ക കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്തിനാണ് ഈ ഒരു പാക് സിലിക്ക വന്നത്? അതായത് സപ്ലൈ ചെയിൻസ് കാര്യങ്ങളൊക്കെ തന്നെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. സെമി കണ്ടക്ടേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. ദെൻ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റെയർ എർത്ത് എലമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത്. സോ അതിന്റെ സപ്ലൈ ചെയിൻസ് കാര്യങ്ങളൊക്കെ തന്നെ സെക്യൂർ ചെയ്യുക. സോ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ത്യ ഇതേവരെ ഒരു സപ്ലൈ ചെയിൻസിലില്ലേ? ഇന്ത്യ സപ്ലൈ ചെയിൻസ് ഇനിഷ്യേറ്റീവ്സിലൊക്കെ തന്നെ ഉണ്ട്. അതായത് ജപ്പാനായിട്ടും ഓസ്ട്രേലിയയുമായിട്ടൊക്കെയുള്ള സപ്ലൈ ചെയിൻ ഇനിഷ്യേറ്റീവിൽ ഇന്ത്യ ഭാഗമാണ്. ഓക്കെ, സോ ഇന്ത്യ ഈ ഒരു സെമി കണ്ടക്ടേഴ്സിലായാലും റെയർ എർത്ത് എലമെന്റ്സിലായാലും ഒക്കെ തന്നെ ഇതിനൊരു ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എല്ലായ്പ്പോഴും ചൈനയാണ്. സോ ഒരു സിംഗിൾ ഡോമിനന്റ് കൺട്രി ആയിട്ടാണ് ഇപ്പോൾ ചൈന ഈ ഒരു കേസിലൊക്കെ തന്നെ നിലനിൽക്കുന്നത്. സോ അങ്ങനെയാകും ചൈനയിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം കുറയ്ക്കുക. സോ ഒരു കൊയേഴ്സീവ് ആയിട്ടൊരു ജിയോ എക്കോണമിക് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെയാണ് ഇതില് ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു കൊയേഴ്സീവ് ആയിട്ടുള്ള ജിയോ എക്കോണമിക് സ്ട്രാറ്റജീസ് കൗണ്ടർ ചെയ്യാനായിട്ടൊരു മെഷർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാക് സിലിക്കനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഒരു റിലയബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ആയി അതേ കണക്ക് തന്നെ ഒരു മാനുഫാക്ചറിങ് എക്കോ സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം ആയിട്ട് നമ്മൾ പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു റെയർ എർത്ത് എലമെന്റ്സിന്റെ കേസിലായാലും അതേ കണക്ക് തന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലായാലും ഒക്കെ തന്നെ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ചൈനയാണ്. സോ ആ ഒരു ഡോമിനൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യം മാത്രം ഇങ്ങനെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് കാര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. സോ ആ ഒരു ഡി റിസ്ക് എന്നുള്ളൊരു ടേം ഇവിടെ വരുന്നുണ്ട്. സോ ഡി റിസ്കിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. സോ പാക് സിലിക്ക എന്ന് പറയുന്നത് ചൈനയുടെ ആ ഒരു ഡോമിനൻസിനുള്ള ആ ഒരു ഡയറക്റ്റ് സ്ട്രാറ്റജിക് റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഈ പറയുന്ന റെയർ എർത്ത് എലമെന്റ്സിന്റെ പ്രോസസിങ് കാര്യങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ചൈനയാണ്. അതേ കണക്ക് തന്നെ റെയർ എർത്ത് മാഗ്നറ്റ്സ്, അത് മോഡേൺ ഡിഫൻസ് സിസ്റ്റത്തിലായാലും അതേ കണക്ക് തന്നെ ഗ്രീൻ ടെക്നോളജിയിലായാലും ഒക്കെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ദെൻ ലൈസൻസിങ് നോംസ് കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പോർട്ട് കൺട്രോൾസ് ഒക്കെ തന്നെ ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ കേസിൽ വരുന്നുണ്ട്. സോ COVID-19 ശേഷം നമ്മൾ നോക്കുമ്പോഴാണ് ചൈനയ്ക്ക് ഇത്രയും ഒരു ആധിപത്യം ഈ ഒരു മേഖലയിൽ തന്നെ ഉള്ളത്. സോ ഒരു സിംഗിൾ സപ്ലയർ ആയിട്ട് മാറുമ്പോൾ വളരെയധികം ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ ഒരു കാര്യത്തിന് ഓവർ റിലേ ചെയ്യേണ്ട ഒരു അവസ്ഥ കാര്യങ്ങളാണ്. സോ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങൾ ഇന്ന് എല്ലാ മേഖലകളിലും നമ്മൾ നേരത്തെ പറയുന്ന കണക്ക് തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ അതേ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ എന്തുകൊണ്ട് ഇന്ത്യനെ പാക് സിലിക്കയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു? കാരണം പാക് സിലിക്ക എന്ന് പറയുന്നത് US ലെഡ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. സോ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യനെ നമ്മൾ ഹിസ്റ്റോറിക്കലി തന്നെ നോക്കുമ്പോൾ US-ന്റെ ഒരു സഖ്യകക്ഷികളിൽ പെടുന്ന ഒരു രാജ്യമൊന്നും അല്ല. സോ എന്നിട്ട് കൂടി ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് വളരെ അധികം രീതിയിലുള്ള സ്കിൽഡ് ഹ്യൂമൻ ക്യാപിറ്റൽ കാര്യങ്ങൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. STEM ഗ്രാജുവേറ്റ്സ്, AI റിസർച്ചേഴ്സ്, അതിനങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു AI മാർക്കറ്റ് ആണ് ഇന്ത്യയുടേത്. സോ ആ ഒരു രീതിയിലൊരു ഹ്യൂമൻ ക്യാപിറ്റൽ പൊട്ടൻഷ്യൽ ഇന്ത്യക്ക് വളരെയധികം കൂടുതലാണ്. ദെൻ മാർക്കറ്റ് സ്കെയില്, അതായത് ഏറ്റവും വേൾഡിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ എക്കോണമിയാണ് ഇന്ത്യയുടേത്. അതേ കണക്ക് തന്നെ നമുക്ക് നാഷണൽ സെമി കണ്ടക്ടർ മിഷൻ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്.
സോ അങ്ങനെയാകുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡിപ്പെൻഡൻസ് കാര്യങ്ങൾ ഒരു രാജ്യത്തെ മാത്രം അല്ലെങ്കിൽ സിംഗിൾ സപ്ലയറെ മാത്രം ഇങ്ങനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രവണത കാര്യങ്ങൾ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ നാഷണൽ സെമി കണ്ടക്ടർ മിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല നാഷണൽ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഒരു കൊലാബറേഷൻ ഹബ്ബ്, അതായത് ഈ ഒരു പാക്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസ് ഇതിൽ വരുന്നുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള ഒരു കൊലാബറേഷൻ ഹബ്ബായിട്ടും ഇന്ത്യനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് കൂടി ആ ഒരു കൊലാബറേഷൻ ഹബ്ബ് നൽകുന്ന പൊട്ടൻഷ്യൽസ് കാര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. സോ ഇത്രയൊക്കെ തന്നെ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ഉണ്ടാവുന്ന ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു ചലഞ്ചസ് കാര്യങ്ങളും വളരെ വലുതായിരിക്കും. കാരണം ഇത് US ലെഡ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു. സോ അങ്ങനെയാകുമ്പോൾ US-ന്റെ ആ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ US നമ്മുടെ ആ ഒരു രീതിയിലുള്ള സോവറിറ്റി കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വന്നേക്കാം. സോ നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമി കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യുമോ എന്നുള്ള തരത്തിലൊരു ഫിയർ കാര്യങ്ങൾ നമുക്കുണ്ട്. ദെൻ ഈ പറയുന്ന ഒരു സോവറിൻ പോളിസി സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വളരെയധികം റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഫിയർ ഇവിടെ വരുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ പോളിസി കാര്യങ്ങൾ, അതായത് ഡൊമസ്റ്റിക് സബ്സിഡീസ്, ഇമ്പോർട്ട് റെഗുലേഷൻസ്, ഇതിന്റെ ഇടയിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഒരു എക്സ്പെക്ടേഷൻ ഗ്യാപ്പ്, കാരണം എല്ലാ രാജ്യങ്ങളും ഇതിനകത്തുള്ള ഒരു ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. സോ ആ ഒരു എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ദെൻ എല്ലാവരും ഒരു ഹൈ ഇൻകം ആയിട്ടുള്ള US അലീസ് ആകുമ്പോഴുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേൾഡ് വീണ്ടും ഒരു ബൈപോളാർ രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. അതായത് US-ന്റെ പാക് സിലിക്ക ഗ്രൂപ്പും അതേ കണക്ക് തന്നെ ചൈന ഗ്രൂപ്പും. സോ ഈ പറയുന്ന റെയർത്തിലായാലും അതേ കണക്ക് തന്നെ AI-യിലായാലും സെമി കണ്ടക്ടേഴ്സിലായാലും ഒക്കെ തന്നെ വേൾഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിലൊരു കൺസേൺ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. സോ എല്ലാവരും പാക് സിലിക്ക മാത്രമല്ല ഇവിടെ ചൈനയുടെ ഡോമിനൻസും ഉണ്ട്. സോ ആ രീതിയിലുള്ള സ്പ്ലിറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ള തരത്തിലും ഫിയർ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ചലഞ്ചസ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഒരു 2 പാരലൽ എക്കോസിസ്റ്റം ഇങ്ങനെ എമർജ് ചെയ്ത് വരുമ്പോൾ ഇന്ത്യയുടെ എൻഗേജ്മെന്റ് കാര്യങ്ങൾ ഇവിടെ വളരെ വൈറ്റൽ ആയിട്ട് മാറുകയും ചെയ്യും. മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS3-ലുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യ US ചൈന ഡൈനാമിക്സ്, സ്ട്രാറ്റജിക് ഗ്രൂപ്പിംഗ്സ്, സയൻസ് ആൻഡ് ടെക്, ക്രിട്ടിക്കൽ മിനറൽസ്, ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് സപ്ലൈ ചെയിൻ റെസിലിയൻസ്. സോ അടുത്ത നമുക്ക് നോക്കാം എൻഹാൻസിങ് ചൈന ഇന്ത്യ യൂത്ത് ടൈസ്. അതായത് ചൈനയുടെ കേസിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിലും യങ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന 2 രാജ്യമാണ്. സോ എങ്ങനെയാണ് ഈ ഒരു യങ് പോപ്പുലേഷൻ നാഷണൽ ഗോൾസ് കാര്യങ്ങളൊക്കെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാക്ടർ ആയിട്ട് മാറുന്നത്? ഓക്കെ, സോ 2 രാജ്യങ്ങൾക്കും അത്രയും ഒരു ഇമ്പോർട്ടൻസ് യങ് പോപ്പുലേഷന് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു യങ് യൂത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു യൂത്തിന്റെ ഡൈനാമിക്സിലുള്ള ചേഞ്ചസ് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനായിട്ട് ഉള്ളത്. സോ ഫസ്റ്റ്ലി തന്നെ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം മുന്നേ ഉണ്ടായിരുന്ന ഒരു അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ തന്നെ വർക്ക് ചെയ്ത ഒരു മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിന്ന് വളരെയധികം സർവീസ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹൈടെക് സർവീസുകൾ, അതേ കണക്ക് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസിനൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഇന്നത്തെ യൂത്ത് 2 രാജ്യങ്ങളും നൽകുന്നുണ്ട്. ദെൻ സ്ട്രാറ്റജിക് മിഷൻസ്, ക്വാണ്ടം റിസർച്ച്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്, സ്പേസ് എക്സ്പ്ലോറേഷനിലുള്ള യൂത്തിന്റെ ആ ഒരു കൊലാബറേഷൻ അല്ലെങ്കിൽ യൂത്തിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒരു ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ഓവർസീസ് എഡ്യൂക്കേഷൻ ആയാലും അതേനൊക്കെ ഇന്റർനാഷണൽ റിസർച്ച് കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. സോ ഒരു ഷെയർഡ് ഫ്യൂച്ചർ നറേറ്റീവ്, ഷെയർഡ് ഫ്യൂച്ചർ ഫോർ മാൻകൈൻഡ് എന്നുള്ള രീതിയിലേക്ക് നറേറ്റീവ് കാര്യങ്ങളൊക്കെ തന്നെ മാറുന്നുണ്ട്. സോ ഇന്നത്തെ യൂത്തിനെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ ആയാലും ഇന്റർനാഷണൽ റിസർച്ച് ആയാലും ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഒരു ഷെയർഡ് ഫ്യൂച്ചർ ഫോർ മാൻകൈൻഡ് എന്നുള്ള തരത്തിലേക്ക് ഇന്നത്തെ യൂത്ത് മാറുകയാണ്. ദെൻ ഓൺടർപ്രണർഷിപ്പിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ യൂണികോംസിലായാലും ഫ്രോണ്ടിയർ ടെക് സ്റ്റാർട്ടപ്സിലായാലും ഒക്കെ തന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കോണമിയുടെ കേസിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഓവറോൾ ആയിട്ട് പറയുമ്പോൾ യൂത്ത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ ഇനി 2 രാജ്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ 2 രാജ്യങ്ങളും സ്റ്റുഡന്റ് ഹബ്ബാണ്. അതായത് കൊറോണയ്ക്ക് മുന്നേ ഉള്ള അല്ലെങ്കിൽ COVID-19 മുന്നേ ഉള്ള ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു രീതിയിലുള്ള കൊലാബറേഷൻ കാര്യങ്ങൾ, യൂത്ത് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ലാർജസ്റ്റ് ഗ്ലോബൽ സ്റ്റുഡന്റ് പോപ്പുലേഷൻ കാണിക്കുന്ന 2 രാജ്യങ്ങളാണ്. അതേ കണക്ക് തന്നെ
യൂത്ത് വളരെയധികം രീതിയിൽ എബ്രോഡിൽ പോയിട്ട് പഠനവും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കുന്നുണ്ട്. ഒരു ഓർഗാനിക് ഇന്റലക്ച്വൽ ബ്രിഡ്ജ് ആയിട്ട് ഇത് മാറുകയാണ്. എക്കോണമി ടൈസ് നോക്കുമ്പോൾ ട്രേഡ് ആൻഡ് ഇന്നോവേഷൻ, പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട്, കൊമേഴ്ഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഒക്കെ തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആർട്സ്, സ്പോർട്സ്, മീഡിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ബൈലാറ്ററൽ ടൈസ് വളരെയധികം നോർമലൈസ് ചെയ്യാനും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ബോർഡർ ഇഷ്യൂസ് ഇന്ത്യയിലായാലും ചൈനയിലായാലും രണ്ടുപേരുടെയും ഇടയിൽ വളരെയധികം രീതിയിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ ഒരു യൂത്ത് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു യൂത്ത് എക്സ്ചേഞ്ച് കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സോഫ്റ്റ് പവർ ടൂൾ ആയിട്ട് മാറുന്നുണ്ട്. സോ നമ്മൾ റീസെന്റ് കാണുകയാണെങ്കിൽ ചൈനയായാലും ഇന്ത്യയിലും അവരുടെ ടൈസ് കാര്യങ്ങളൊക്കെ തന്നെ നോർമലൈസ് ചെയ്യാനുള്ള ഒരുപാട് മെഷേഴ്സ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. റീസെന്റ് ആയിട്ടുണ്ടായിരുന്ന ഡിഫൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ്സ് ആയാലും അതേ കണക്ക് തന്നെ നമ്മുടെ മോദിജി ആയാലും അതേ കണക്ക് ഷീ ജിൻപിങ്ങിന്റെ ഒക്കെ ഉള്ള ആ ഒരു ഹൈ ലെവൽ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ഒക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടൈസ് കാര്യങ്ങൾ നോർമലൈസ് ചെയ്യാനുള്ള മെഷേഴ്സ് രണ്ട് രാജ്യങ്ങളും എടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. കാരണം റീസെന്റ് തന്നെ ആർമി ചീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നമ്മൾ ബോർഡർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബട്ട് എന്നിരുന്നാൽ കൂടി നാഷണൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഈ പറഞ്ഞ നോർമലൈസിങ് ടൈസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അതായത് ട്രാവൽ, സ്റ്റുഡന്റ് വിസ കാര്യങ്ങളൊക്കെ തന്നെ റിവൈവ് ചെയ്യുന്നത്, അതേ കണക്ക് തന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതൊക്കെ തന്നെ ആ ഒരു ടൈസ് കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിങ്ക്സ്, അതായത് അക്കാഡമിക് കൾച്ചറൽ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ വർഷങ്ങളായുള്ള ആ ഒരു റിലേഷണൽ സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം രീതിയിൽ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി നൽകും. ഈ പറഞ്ഞ യൂത്ത് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ ആണ്. സോ ഒരു കോപ്പറേറ്റ് അവന്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന ബോർഡർ ഇഷ്യൂസ് കാര്യങ്ങൾ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇതിനെ നമുക്കൊരു സോഫ്റ്റ് പവർ എന്നുള്ള തരത്തിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS1 GS2 ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇന്ത്യ ചൈന റിലേഷൻ, സോഫ്റ്റ് പവർ ആൻഡ് കൾച്ചറൽ ഡിപ്ലോമസി, റോൾ ഓഫ് പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട്സ് ഇൻ ഫോറിൻ പോളിസി, യൂത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, സോഷ്യൽ എംപവർമെന്റ്, ഗ്ലോബൽ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ ഈ ഒരു ന്യൂസിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് EDയുടെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ED ഒരു സ്റ്റാറ്റ്യൂട്ടറി ടൂൾ ആണോ അതോ ജൂറിസ്റ്റിക് പേഴ്സൺ ആണോ എന്നുള്ള തരത്തിൽ ഒരു വിവാദം കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. സോ കേരളമായാലും അതേക്കന്നെ തമിഴ്നാടായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിനെ ഇൻഡിപെൻഡന്റ് അപ്രോച്ച് ചെയ്യുന്നതിനെതിരെ തന്നെ വളരെയധികം രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വിവാദം കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ED ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആണോ, എൻഫോഴ്സിബിൾ ആയിട്ടുള്ള റൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ EDക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോണ്ടെക്സ്റ്റ്. സോ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ പറയുമ്പോൾ EDക്ക് നേരെ ഒരുപാട് അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ കേരള ഗവൺമെന്റ് ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറി കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് പിന്നീട് തമിഴ്നാടും ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെ ഒരു എൻക്വയറി കമ്മീഷൻസ് കാര്യങ്ങളൊക്കെ വന്നതായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ സ്റ്റേറ്റിന്റെ വ്യൂ എന്ന് പറയുന്നത് അതിപ്പോ കേരളത്തിന്റെ ആയാലും തമിഴ്നാടിന്റെ കേസിലായാലും ED എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് അല്ല. അതേ കണക്ക് തന്നെ ലോ പറയുന്നത് പ്രകാരമുള്ള പവേഴ്സ് മാത്രമേ EDക്കുള്ളൂ എന്നുള്ളതാണ് സ്റ്റേറ്റ് രണ്ടും പറയുന്നത്. സോ ഇവിടെ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസേൺസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി. അതായത് നമ്മുടെ EDയുടെ പേരന്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള സ്റ്റാറ്റസ് കാര്യങ്ങൾ EDക്ക് നൽകുന്നില്ല. ദെൻ ആർട്ടിക്കിൾ 226 റിട്ടിന്റെ കാര്യത്തിലുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. കാരണം സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ റിട്ട് ജൂറിസ്ഡിക്ഷൻ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് പേഴ്സൺസ് ആണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഈ ഒരു രീതിയിലേക്ക് റിട്ട് കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലുള്ള കൺസേൺസ് കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട്. ദെൻ ഫെഡറൽ ബാലൻസ്, കാരണം സെൻട്രൽ ഏജൻസീസ് എല്ലായ്പ്പോഴും സെൻട്രലിന്റെ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സെൻട്രലിന്റെ ഫേവറോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ഫെഡറലിസത്തെ മോശമായിട്ട് ബാധിക്കും. സോ ഏതൊരു സെൻട്രൽ ഏജൻസീസ് ആയാലും അവർ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് വളരെയധികം സെൻട്രലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് വ്യൂ പോയിന്റ്സിനോട് മാത്രം നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത് ഫെഡറലിസത്തെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഫെഡറൽ ബാലൻസ് ഇവിടെ നെഗറ്റീവ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇവിടെ
ജൂറിസ്റ്റിക് സ്റ്റേറ്റസ് കാര്യങ്ങള് ഡിനേ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഒരു എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഇ ഡിയുടെ കേസിൽ എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഒരു ജുഡീഷ്യൽ ഓവർസൈറ്റ് കാര്യങ്ങൾ ഇവിടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അത്രയും ഒരു എക്സിക്യൂട്ടീവ് ഓവർ റീച്ച് കാര്യങ്ങൾ ഇവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിനൊരു വേ ഫോർവേഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സുപ്രീം കോടതിയുടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വളരെയധികം ആവശ്യമാണ്. കാരണം സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാൻഡിങ്സിനെയൊക്കെ തന്നെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് സുപ്രീം കോർട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 226 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ഇൻവെസ്റ്റിഗേറ്റീവ് അക്കൗണ്ടബിലിറ്റി, അതേ കണക്ക് എക്സിക്യൂട്ടീവ് വേഴ്സസ് ജുഡീഷ്യൽ ഓവർസൈറ്റ്, ഇത്രയും ടോപ്പിക്കുകൾ ഈ ഒരു ന്യൂസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്.